ടീച്ചേഴ്സ് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജു, നിങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാറ്റഗറി 2-ലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ആദ്യം നമുക്കൊരു കോംപ്രിഹെൻഷൻ തന്നിരിക്കുന്നത്. കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആ കോംപ്രിഹെൻഷനെ വളരെ വ്യക്തമായിട്ട് വായിക്കുകയും പകുതിയിൽ വായിച്ചിട്ട് ഒരിക്കലും ആൻസറിലേക്ക് പോവാതിരിക്കുക. പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം, മനസ്സിരുത്തി വായിച്ചതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് കോംപ്രിഹെൻഷന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾക്ക് വൈറസിനെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. വൈറസ് ആർ നോൺ സെല്ലുലാർ മൈക്രോസ്കോപ്പിക് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്സ്. ദേ ക്യാൻ ഇൻഫെക്റ്റ് ഓൾ ഫോം ഓഫ് ലൈഫ് റേഞ്ചിങ് ഫ്രം ബാക്ടീരിയ ടു ഹ്യൂമൻസ്. മനസ്സിലാവുന്നുണ്ടാവും. A virus can grow and replicate only inside a host cell. They bring about a multitude of diseases in their host. Based on their host, virus can be classified into 3 types: animal virus, plant virus, and bacteriophages. From a biological perspective, virus can neither be classified as a living organism nor as non-living. They possess certain characteristic features of living organism and non-living entities. A virus consists of segment of nucleic acid surrounded by a protein coat. A virus cannot replicate alone. Instead, it must infect cell and use component of the host cell to make copies of itself. Many viruses are harmless. A few cause life-threatening or chronic illness. The most common illness include common cold, flu, warts, chickenpox, smallpox, measles, herpes, etc. COVID-19 is a serious respiratory disease caused by SARS-CoV-2, a coronavirus discovered in 2019. The virus spread mainly from person to person through respiratory droplets and small particles produced when an infected person coughs, sneezes, or talks. Plant virus infect plant cell. Example of plant virus include the potato virus, tobacco mosaic virus, beet yellow virus, cauliflower mosaic virus, etc. Virus spread in many ways. One transmission pathway is through disease-bearing organisms known as vectors. For example, viruses are often transmitted from plant to plant by insects that feed on plant sap, such as aphids, and viruses in animal can be carried by blood-sucking insect. However, a computer virus is an entirely different one. It is a type of malicious software or malware which spread through replication and pass between computer. The malware is a program that causes damage to the data and software and may result in data loss and leakage. Here, virus stands for vital information resources under siege. So, ഇനി നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ എ സ്യൂട്ടബിൾ എക്സാമ്പിൾ ഫോർ പ്ലാന്റ് വൈറസ് നമ്മൾ വായിച്ചു. പ്ലാന്റ് വൈറസിൽ ഏതാണ് വരുന്നത് നമ്മൾ നോക്കി. പ്ലാന്റ് വൈറസ് വരുന്നതാണ് ഇത് മൊസാക് വൈറസ് ആണ് പ്ലാന്റ് വൈറസ്. വൈ ആർ വൈറസ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്സ്? എന്തുകൊണ്ടാണ് വൈറസ് ഇത്ര ഇൻഫെക്ഷ്യസ് എന്ന് പറയുന്നത്? ബിക്കോസ് ദേ ക്യാൻ ഇൻഫെക്റ്റ് ഓൾ ഫോം ഓഫ് ലൈഫ്. എല്ലാ ലൈഫ് ഫോമിനെ അത് ഇൻഫെക്റ്റ് ചെയ്യും. പിന്നെ എ കമ്പ്യൂട്ടർ വൈറസ് ഈസ് എ കൈൻഡ് ഓഫ് മാൽവെയർ ആണ്, സോഫ്റ്റ്വെയർ ആണ്, അതൊരു പ്രോഗ്രാമാണ്. അപ്പം നമുക്ക് ഓൾ ഓഫ് ദി എബവ് എന്ന് പറയാം. പിന്നെ വൈറസ് ആർ ഡിഫൈൻഡ് നൈദർ എ ലിവിങ് നോർ എ നോൺ ലിവിങ്. ലിവിങ് ആണ് എന്നും പറയാം, നോൺ ലിവിങ് ആണെന്ന് പറയാം. കാരണം എന്താ? ദേ ആർ എലൈവ് ആൻഡ് ആക്റ്റീവ് ഓൺലി വെൻ ഇൻസൈഡ് എ സെൽ. സെല്ലിലുള്ളപ്പോഴേ ഒരു ആക്റ്റീവ് ആവും, അല്ലെങ്കിൽ നോൺ ലിവിങ് ആണ്. അടുത്ത് ഐഡൻറ്റിഫൈ ദ വേർഡ് ദാറ്റ് മീൻ ടു മേക്ക് കോപ്പീസ്. കോപ്പീസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്ന വാക്ക്? റെപ്ലിക്കേറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. കൂടുതലായിട്ട് സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ റെപ്ലിക്കേറ്റ്. അടുത്ത് ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ഗ്യാപ്സ് ഇൻ ദ ഗിവൻ പാസേജ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രേഷ്യൽ വെർബ് വന്നിരിക്കുന്നത് ഐ ഡാഷ് വൺ ഓഫ് മൈ ഫ്രണ്ട് ഇൻ മൈ സ്കൂൾ ഡേയ്സ്. കെയിം അക്രോസ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ കെയിം അക്രോസ് എന്ന് പറഞ്ഞാൽ? മീറ്റ് ബൈ ചാൻസ്. കെയിം അക്രോസ്. കെയിം അലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പിയർ എന്നാണ്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് വരുന്നുണ്ട് എന്താണ്? കം ഡൗൺ, കം ബാക്ക്. കം ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് എന്നുള്ള അർത്ഥം വരും. കം ബാക്ക് എന്ന് പറഞ്ഞാൽ റിട്ടേൺ. നമ്മളുടെ ഉത്തരം ഇവിടെ വരിക എന്താണ്? കെയിം അക്രോസ്. യാദർച്ഛികമായിട്ട് കണ്ടുമുട്ടി.
ദെൻ വി ഡാഷ് റിക്കോളിംഗ് അവർ ഡേയ്സ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. റിക്കോളിംഗ് എന്നുള്ളതിന് റിക്കോളിംഗ്, മേക്കപ്പ്, മേക്ക് ഔട്ട്. 1 minute. At first I couldn't dash who he was. അടുത്ത ചോദ്യം വരുന്നത് at first I couldn't dash who he was. അപ്പോൾ അതിലേക്ക് നമുക്ക് തന്നിട്ടുണ്ട് 97-ലെ മേക്കപ്പ്, മേക്ക് ഔട്ട്, മേക്ക് ഇൻ, മേക്ക് ഗുഡ്. അതിൽ നമുക്ക് പറയാം മേക്ക് ഔട്ട് എന്നാണ്. മേക്ക് ഔട്ട് മീൻസ് അണ്ടർസ്റ്റാൻഡ്. ആദ്യം എനിക്ക് മനസ്സിലായില്ല, അണ്ടർസ്റ്റാൻഡ്. മേക്ക് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഉദ്ദേശിക്കുന്നത് മേക്കപ്പിന് പല അർത്ഥങ്ങളുണ്ട്. മേക്കപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേക്കപ്പിൻ്റെ അർത്ഥം നമുക്ക് പറയുന്നത് ടു മേക്ക് ബെറ്റർ എന്ന് പറയാം. അതായത് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എന്താ പറയുക, ടു മേക്ക് ഫ്രണ്ട്ലി എന്ന് പറയാം. ഇതൊക്കെ ഇതിൻ്റെയാണ് മേക്ക് അപ്പ് എന്നുള്ളതാണ്. മേക്ക് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോം എന്നാണ് പറയുക. മേക്ക് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ് ഇൻ എ ഗുഡ് വേ. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ ഏതാ വരാം, മേക്ക് ഔട്ട്. ഓക്കെ, അടുത്തതിൽ പറയുന്നുണ്ട് ദെൻ വി ഡാഷ് റിക്കോളിംഗ് അവർ സ്കൂൾ ഡേയ്സ്, അവർ ഡേയ്സ് ഇൻ സ്കൂൾ ഫോർ എ വൈൽ. ദെൻ വി ഡാഷ് റിക്കോളിംഗ്, ഞങ്ങൾ റിക്കോൾ ചെയ്യാൻ തുടങ്ങി എന്നാ പറയുക. അപ്പോൾ ഏതാണ് ഇവിടെ വരിക, വെൻറ്റ് ഓൺ, കണ്ടിന്യൂഡ് എന്നുള്ള അർത്ഥം വരിക. വെൻറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇൻക്രീസ് എന്നാണ്. ഗോ ഓഫ്, ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഡ് എന്നാണ്. ഗോ വിത്ത് എന്ന് പറഞ്ഞാൽ അക്കമ്പനി എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ആൻസർ വരിക എന്താണ്, വെൻറ്റ് ഓൺ. അത് കഴിഞ്ഞിട്ട് അടുത്തത് പറയുന്നുണ്ട് ഹി ടോൾഡ് മീ ഹി വുഡ് ഡാഷ് ഓൾ ഹിസ് ഫ്രണ്ട്സ് ഇൻ ദ ഫോളോയിങ് വീക്ക്. എല്ലാവരെയും വിളിക്കും. വിളിക്കുമെന്ന് പറയുമ്പോൾ എന്താണ്, കോൾ ഓൺ. കോൾ ഓൺ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണിനെ വിളിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് കോൾ ഓൺ. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ എന്നാണ്. കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസിലേക്കാണ്. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡാണ്. അപ്പോൾ ആൻസർ വരിക കോൾ ഓൺ. ഓക്കെ, ഇനി അടുത്തത് ദ ബസ് ഷെൽട്ടർ ഹാസ് മെയ്ഡ് ഓപ്പറേഷണൽ റീസെൻ്റ്ലി. ഓപ്പറേഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജക്റ്റീവാണ്. അപ്പോൾ ഓപ്പറേഷണലായിട്ട് എന്ത് കാര്യം ചെയ്തു എന്ന് പറയണം. ഇവിടെ ഓപ്പറേഷൻസ് ചെയ്തു എന്നേ പറയുള്ളൂ. ഓപ്പറേഷണൽ അഡ്ജസ്റ്റ്മെന്റ് എന്നോ അല്ലെങ്കിൽ ഓപ്പറേഷണൽ സ്പെസിഫിക്കേഷൻ അങ്ങനെ ഒന്നും കാര്യം കൊടുത്തിട്ടില്ല, നൗൺ കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടേക്ക് നമുക്ക് എന്തേ പറയാൻ പറ്റൂ, ഓപ്പറേഷൻ എന്നേ പറയാൻ പറ്റൂ. അപ്പോൾ ഇവിടെ തെറ്റുള്ളത് ഏതിലാണ്, ഓപ്പറേഷണൽ എന്നുള്ളതിലാണ്. ഇനി ഐ വിൽ ടേക്ക് സം ക്യാഷ് വിത്ത് മീ. ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് വെക്കാം. ഡാഷ് വി നീഡ് ഇറ്റ് ഓൺ ദ ഫെറി. ഫെറി മീൻസ് ബോട്ടാണ്. ആവശ്യം വന്നാലോ എന്ന് പറയുമ്പോൾ ഇൻ കേസ് എന്നർത്ഥം. അതായത് ഈഫ് നീഡഡ് എന്നുള്ള അർത്ഥം, ആവശ്യം വരികയാണെങ്കിൽ. ഇതാണ് നമ്മുടെ ആൻസർ വരിക. അൺലെസ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. വർക്ക് ഹാർഡ് അൺലെസ് യു വിൽ ഫെയിൽ. ഇല്ലെങ്കിൽ, അതർവൈസ് അല്ലെങ്കിൽ, യെറ്റ് എന്നിട്ടും. ഓക്കെ, അടുത്ത ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആർ പ്രൈമർലി മെൻ ഫോർ പ്രൊമോട്ടിങ്. എന്താണ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മെൻ ഫോർ ഇന്റർപേഴ്സണൽ ആണ്. കാരണം എന്താണ് ഇന്റർപേഴ്സണലും ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇൻ്റലിജൻസ് ആണ്. നമ്മൾ എക്സ്റ്റേണൽ മീൻസ് ബാക്കിയുള്ളവരോട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരോട് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ ഇന്റർപേഴ്സണൽ. ഇൻട്രാ എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യുക, നമ്മളുടെ ഉള്ളിലുള്ള ക്യാരക്ടർ, നമ്മളുടെ ഉള്ളിലുള്ള പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടായിനാണ്. അപ്പോൾ ശരിക്കും ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വേണ്ടത് ഇന്റർപേഴ്സണലാണ്. പിന്നെ എ ടീച്ചർ യൂസസ് മദർ ടങ് ഇൻ ഹർ സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ് റൂം. മദർ ടങ് ആണ് ഉപയോഗിക്കുന്നത്. ദ റൈറ്റ് ഡയറക്ഷൻ യു ക്യാൻ ഗിവ് ഹെർ. അതായത് ഈ മദർ ടങ് ട്രാൻസ്ലേറ്റ് എവരിത്തിങ് ഇൻ മദർ ടങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യമല്ല. ഡു നോട്ട് യൂസ് മദർ ടങ് തീരെ യൂസ് ചെയ്യാതെ പറ്റില്ല. ടീച്ച് ത്രൂ മദർ ടങ് അതും സാധ്യമല്ല. യൂസ് മദർ ടങ് ജുഡീഷ്യസ്ലി, ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് കുട്ടികളെ ആ കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ഏത്, മദർ ടങ്. ഓക്കെ,
വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ വെർബിൻ്റെ ING. അപ്പോൾ ഏതാണ്? വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ ടു സോൾവ് ദിസ് പസിൽ. അടുത്ത വാട്ട് ഡാഷ് യു ലൈക്ക് ടു ബൈ ഫ്രം ഹിയർ. വാട്ട് ഡാഷ് യു ലൈക്ക് എന്നാണ് ക്യാൻ എബിലിറ്റിയെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്? വുഡ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ബൈ ഫ്രം ഹിയർ. ഓക്കെ. ഇഫ് എ ടീച്ചർ വാണ്ട്സ് ടു ഗെറ്റ് സൊല്യൂഷൻ ഫോർ ഇമ്മീഡിയറ്റ്ലി ഫെൽറ്റ് പ്രോബ്ലം ഹി ഓർ ഷീ ക്യാൻ ഡു ഏതാണ്? ആക്ഷൻ റിസർച്ച് എന്നാണ്. ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ നടത്തുന്ന റിസർച്ച് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു റിസർച്ചിനാണ് ആക്ഷൻ. നമ്മളുടേതായിട്ടുള്ള ചില നടപടികൾ നമ്മൾ ഫോം ചെയ്യുന്നതിനാണ് ആക്ഷൻ റിസർച്ച് എന്ന് നമ്മൾ പറയുന്നത്. എംപിരിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എംപിരിക്കൽ റിസർച്ച് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം, നമ്മൾ അവിടെ ആ റിസർച്ച് നടക്കുമ്പോൾ നോളേജ് ത്രൂ ഡയറക്റ്റ് ഒബ്സർവേഷനാണ്. നമ്മൾ ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? എംപിരിക്കൽ റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് എന്താണ്? അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ സോൾവിങ് സ്പെസിഫിക് പ്രോബ്ലം യൂസിങ് ദ പ്രീവിയസ് എഡ്യൂക്കേഷണൽ തിയറീസ്. നമ്മൾക്ക് മുമ്പുള്ള എഡ്യൂക്കേഷണൽ തിയറീസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇത് അപ്ലൈഡ് റിസർച്ച്. കൺസ്യൂമർ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ പെഡഗോജിയിലെ ശ്രമിച്ചിടത്തോളം കൺസ്യൂമർ റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിനെ കുറിച്ച് മനസ്സിലാക്കുക, അവർക്ക് എന്തൊക്കെയാണ് അവരുടെ പോരായ്മകൾ, എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ, അത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഫെൽറ്റ് പ്രോബ്ലത്തിലെ ആക്ഷൻ റിസർച്ചാണ് കറക്റ്റ്. റിഫ്ലക്റ്റീവ് ജേർണൽ ഓഫ് എ ടീച്ചർ എന്തിനു വേണ്ടിയിട്ടാണ് റിഫ്ലക്റ്റീവ് ജേർണൽ? റെക്കോർഡിംഗ് ദി എക്സ്പീരിയൻസ് ഓഫ് എ ടീച്ചർ ഇൻ വർക്കിംഗ് വിത്ത് സ്റ്റുഡൻസ്. ഓക്കെ. അടുത്ത് ഇഫ് ഇറ്റ് റെയിൻ ഫോർ എ ഫ്യൂ മിനിറ്റ്സ് എന്നാണ് പറയുന്നത്. ഇഫ് ഇറ്റ് റെയിൻഡ് എന്നാണ് പാസ്റ്റ്. പാസ്റ്റ് വന്നാൽ നമ്മൾ ഏതാ യൂസ് ചെയ്യേണ്ടത്? മെയിൻ ക്ലോസിൽ വുഡ് ഓർ ഷുഡ് പ്ലസ് V1. അപ്പോൾ ദ സ്മോഗ് വുഡ് ബി സബ്സൈഡഡ്. പാസ്റ്റ് ആയതുകൊണ്ട് വുഡ് ബി. ഇനി ഐ ആം ബിലീവിങ് ഓൺലി ഇൻ ദ ഡെമോക്രാറ്റിക് വേ ഓഫ് ടേക്കിംഗ് ഡിസിഷൻ. ഐ ആം ബിലീവിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഐ ആം ബിലീവിങ് ഓൺലി ഇൻ ദ ഡെമോക്രാറ്റിക് വേസ് ഓഫ് ടേക്കിംഗ്. ഐ ബിലീവ് എന്നാണ്. അതായത് ഒരു കാര്യത്തിനെ സിമ്പിൾ പ്രസന്റ് ഡെമോക്രാറ്റിക് വേസ് അതിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ടല്ല ആ സംഭവം നടക്കുന്നത്. ഇപ്പോൾ ഐ ബിലീവ് ഇൻ തിയറീസ്, സിദ്ധാന്തങ്ങളിൽ. അപ്പോൾ ഐ ആം ബിലീവിങ് എന്ന് പറയില്ല. കാരണം എന്താണ്? അതൊരു കറണ്ട് മാനറാണ്, എപ്പോൾ ചോദിച്ചാലും അതാണ്. അപ്പോൾ ഐ ആം ബിലീവിങ്ങിന് പകരം ഐ ബിലീവ് എന്നാണ് വരേണ്ടത്. അപ്പോൾ എവിടെയാണ് ഏതാണ് തെറ്റ്? ഐ ആം ബിലീവിങ് ആണ് തെറ്റ്. ഓക്കെ. ഡു ഇറ്റ് അറ്റ് ദ ഏർലിയസ്റ്റ്. ദിസ് ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ് വിത്തൗട്ട് എ ചേഞ്ച് ഇൻ ദ മീനിങ്. ഇതെന്താണ്? പാസീവാണ്. ഇത് എങ്ങനത്തെ പാസീവാണ് എന്നാ പറയുന്നത്? ഡു ഇറ്റ് അറ്റ് ദ ഏർലിയസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ കമാൻഡ്. റിക്വസ്റ്റ് ഓർ കമാൻഡ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോം ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 ആണ്. ഒന്നുകൂടി പറയാം. ഒരു പാസീവ് വോയിസിൽ നമ്മൾ കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റിനെ പാസീവിലേക്ക് ആക്കുമ്പോൾ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. അപ്പോൾ ഇതിലെന്താണ്? ലെറ്റ് ഇറ്റ് ബി ഡൺ അറ്റ് ദി ഏർലിയസ്റ്റ്. ഇഫ് വി ഹാഡ് സ്റ്റാർട്ടഡ് ഏർലി, ഹാഡ് സ്റ്റാർട്ടഡ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ നമ്മൾ എന്താ വരിക? വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഹാവ് പ്ലസ് V3. അപ്പോൾ വി വുഡ് ഹാവ് റീച്ച്ഡ് വെൽ ഇൻ ടൈം. ഓക്കെ. വൈൽ ഡൂയിങ് ആൻ ആക്ടിവിറ്റി ദ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവ് ഈച്ച് അതർ ആൻഡ് ഷെയർ ഫീഡ്ബാക്ക്. പരസ്പരം പാർട്ടിസിപ്പൻസ് അവരെ ഒബ്സർവ് ചെയ്യുകയും അവരുടെ ഫീഡ്ബാക്ക് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് ദ പീർ അസസ്മെൻറ്റ്. അസസ്മെൻറ്റ് ബിറ്റ്വീൻ ദ കൊളീഗ് ഓർ ദ ക്ലാസ്മേറ്റ്സ്, അതാണ് പീർ. സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ചെയ്യുന്നതും. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ടൊരു ക്ലാസ്സിൽ നടക്കുന്നതും. ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓരോരോ ടെർമിനൽ, ഓരോ എൻഡ് ഷെഡ്യൂളിലും നമ്മൾ ചെയ്യുന്ന അസസ്മെൻ്റ് ആണ്. ഓക്കെ. ആൻ എക്സാമ്പിൾ ഫോർ പൊളൈറ്റ് വേ ഓഫ് ഹെസിറ്റേറ്റിംഗ് ഡു സംതിങ്. എനിക്ക് ഒരു കാര്യം ചെയ്യാൻ ചെറിയൊരു തടസ്സമുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും നല്ല റൂള് ഐ ആം അഫ്രൈഡ് ഐ കാൺ ഡു ഇറ്റ് എന്നാണ്. ഓക്കെ. ദ RAF എന്ന് പറഞ്ഞാൽ എന്താണ്? റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് വാസ് ഇമ്മീഡിയറ്റ്ലി ഡാഷ് വെൻ ദ വാട്ടർ ലെവൽ വാസ് നോട്ടീസ്ഡ് ഇൻക്രീസിങ്. എന്താണ്? സെൻഡ് ഫോർ എന്നാണ് വരിക. എന്താ അതിൻ്റെ അർത്ഥം പറയുക? കോൾ ടു കം, വരാൻ വേണ്ടി പറയാം. സെൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. അയക്കുക എന്നുണ്ട്, ഫെയർവെല് കൊടുക്കുക എന്നുണ്ട്. സെൻഡ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൻഡ് കൂടെ അയക്കുക, എക്കമ്പനി എന്നുണ്ട്. സെൻഡ് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം വരിക? ട്രാൻസ്മിറ്റ് എന്നാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഏതാ വരിക? സെൻഡ് ഫോർ. ദ ഗേൾ ആസ്ക് ദ ബോയ് ഹാവ് യു എവർ വർക്ക്ഡ് ഇൻ എൻ MNC. അപ്പോൾ ആസ്ക് ദ ബോയ് ഹാവ് യു എവർ എന്നാണ്, പ്രസന്റ് പെർഫെക്റ്റാണ് കൊടുത്തിരിക്കുന്നത്, അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. അപ്പോൾ ദ ഗേൾ ആസ്ക് ദ ബോയ് ഇഫ് ഹി ഹാഡ് എവർ വർക്ക്ഡ് ഇൻ ആൻ MNC. അടുത്ത് എ ഗുഡ് സ്ട്രാറ്റജി ഫോർ ഡെവലപ്പിംഗ് റൈറ്റിംഗ് സ്കിൽ. റൈറ്റിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ നല്ലൊരു സ്ട്രാറ്റജി ഗിവിംഗ് ദം ഡിക്റ്റേഷൻ ടൈപ്പ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗികമായിട്ടേ ആവും. ഡിക്റ്റേഷൻ കൊടുത്താൽ ലേണേഴ്സ് ടു കോപ്പി റിട്ടൺ ടെസ്റ്റ്. റിട്ടൺ ടെസ്റ്റുകളെ, അതായത് ടെക്സ്റ്റുകളെ കോപ്പി ചെയ്യാൻ എഴുതാൻ പറയുക. അതിലും വലിയൊരു എഫക്റ്റ് വരുന്നില്ല. ഹെൽപ്പിംഗ് ദം ബ്രെയിൻ സ്റ്റോം ഐഡിയാസ് ആൻഡ് റൈറ്റ്. ഇവിടെയാണ് സ്കിൽ വരിക. ബ്രെയിൻ സ്റ്റോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആശയത്തെ മനസ്സിൽ ആലോചിക്കുകയും എന്നിട്ടത് എഴുതാൻ, അവിടെയാണ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഹെൽപ്പിംഗ് ദം ബ്രെയിൻ സ്റ്റോം എന്നാ വരിക. അടുത്ത് ഹി ഡാഷ് സിൻസ് 2020. സിൻസും ഫോറും പെർഫെക്റ്റ് കണ്ടിന്യൂസിനാ വരിക. ഇവിടെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഏതാണ്? ഹാസ് ബീൻ പ്രിപ്പയറിംഗ്. അടുത്ത കുഡ് യു പ്ലീസ് ഷോ മീ വേർ ഈസ് ദ പബ്ലിക് പാർക്ക് ലൊക്കേറ്റഡ്. വേർ ദ പബ്ലിക് പാർക്ക് ഈസ് ലൊക്കേറ്റഡ്. അപ്പോൾ നമ്മൾക്കത് ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുഡ് യു പ്ലീസ്, ഈ രണ്ടെണ്ണത്തിൽ ഏതാ വരിക? വേർ ഈസ് ദ പബ്ലിക് പാർക്ക് ലൊക്കേറ്റഡ് എന്ന് പറയുമ്പോൾ ആദ്യം ഓക്സിലറിയും പിന്നെ സബ്ജക്റ്റും ആണ് വന്നത്. നമ്മൾ നേരെ തിരിച്ചാണ് ഒരു സ്റ്റേറ്റ്മെന്റിൽ ചെയ്യേണ്ടത്. അതായത് ഒരു ക്വസ്റ്റ്യനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ആയി മാറും. അപ്പോൾ വേർ ദ പബ്ലിക് പാർക്ക് ഈസ് ലൊക്കേറ്റഡ് എന്നാണ് പറയേണ്ടത്. ഇനി ദ എംപ്ലോയീസ് ഡാഷ് സ്റ്റാർട്ടഡ് എ സിറ്റ് ഇൻ സ്ട്രൈക്ക് ഡിമാൻഡിങ് എ ഡാഷ് ഇൻ ദെയർ സാലറി. എംപ്ലോയീസ് എന്ത് തുടങ്ങി? ഒരു സിറ്റ് ഇൻ സ്ട്രൈക്ക് തുടങ്ങി. അപ്പോൾ സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാ വരിക? എംപ്ലോയീസ് എന്നാണ്. അപ്പോൾ ഇവിടെ ഹാവ് സ്റ്റാർട്ടഡ് എന്നാണ് വരേണ്ടത്. എന്തിനു വേണ്ടിയിട്ട്? സാലറിയുടെ വർധന എന്ന് പറയുമ്പോൾ ഏതാ വരിക? ഹൈക്ക്. അപ്പോൾ ഏതാണ്? സി. ഹാവ് സ്റ്റാർട്ടഡ് എ സിറ്റ് ഇൻ സ്ട്രൈക്ക് ഡിമാൻഡിങ് എ ഹൈക്ക് ഇൻ ദെയർ സാലറി. അടുത്ത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇസ് ഗ്രമാറ്റിക്കലി ആക്സെപ്റ്റബിൾ. ഇതിലേതാണ്? ലാസ്റ്റ് വീക്ക് എന്ന് എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടൈമിംഗ് വേർഡാണ്. പാസ്റ്റ് ടൈമിംഗ് വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ഏതാ നമ്മൾ യൂസ് ചെയ്യുക? വി ഓർഡേർഡ് ഫോർ ദിസ് പാർസൽ ലാസ്റ്റ് വീക്ക് എന്നാണ്. വി ഹാവോ, വി ഹാഡോ, വി ഓർഡർ എന്നുള്ളതോ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ചെയ്തത്. കാറ്റഗറി 2ൻ്റെ അതിൽ കോംപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അതിൽ ഗ്രമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പെഡഗോജി ഉണ്ടായിരുന്നു. അടുത്തൊരു ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കും അല്ലെങ്കിൽ പുതിയൊരു ഡിസ്കഷനുമായി വരാം. താങ്ക്സ്.